മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ജൈനീസ് മീഡിയയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന KM ഫ്രാൻസിസ് സാറാണ്. ഫ്രാൻസ് സാർ നമുക്ക് ഒത്തിരി പരിചയമുണ്ട്. പല എപ്പിസോഡ് വഴിയായിട്ട് ഒരുപാട് പ്രബോധനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സാറേ, ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് എന്ന് വ്യാപകമായി പല രീതിയിലുള്ള പ്രവർത്തന രീതികളും ആളുകൾക്ക് പല സംശയങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. എന്താണ് കത്തോലിക്ക കോൺഗ്രസ്, അല്ലെങ്കിൽ എന്തിനാണ് കത്തോലിക്ക കോൺഗ്രസ്, അതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നത്? എന്താണ് കത്തോലിക്ക കോൺഗ്രസ്, എന്തിനാണ് കത്തോലിക്ക കോൺഗ്രസ്, എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്നത് പൊതുജനങ്ങളോട് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇന്ന് ഈ ചോദ്യം വരുന്നത് എന്താണ് കത്തോലിക്ക കോൺഗ്രസ് എന്നാണ്. അപ്പം ഇന്ന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കത്തോലിക്ക കോൺഗ്രസ്, അതിൻ്റെ വികസനം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ അൽമായ സംഘടനയാണ്. കഴിഞ്ഞ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലാണ് ഈ സംഘടനയെ ഔദ്യോഗികമായിട്ട് സീറോ മലബാർ സഭയുടെ സാമുദായിക സംഘടനയായിട്ട് അംഗീകരിക്കണമെന്ന് സഭയുടെ നേതൃത്വം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ സംഘടനയ്ക്ക് ഇന്ന് 1918 ഈ സംഘടന രൂപം കൊള്ളുന്നത്. ഈ സംഘടന ഇപ്പോൾ 108ാമത്തെ ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് പാലക്കാട് വെച്ച്. അപ്പം അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, സീറോ മലബാർ സഭയുടെ സാമുദായിക സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. പക്ഷേ സാർ, അപ്പൊ ഇത് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്തിനാണ് ശരിക്കും ലക്ഷ്യം എന്താണ്? സമുദായത്തിന് ഇങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? എന്താണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യകത എന്ന് പറയുന്നതിന് മുൻപ് എന്താണ് ഒരു സാമുദായിക സംഘടന, എന്താണ് അതിന്റെ അർത്ഥം എന്ന്. കാരണം പലർക്കും സമുദായം എന്ന വാക്കിനെ നിർവചിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നായർ സമുദായം എന്ന് കേട്ടിട്ടുണ്ട്, ഈഴവ സമുദായം എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ എന്തിനാണ് ഒരു കത്തോലിക് സീറോ മലബാർ സമുദായം എന്ന വാക്ക് എന്തിനാണ്? അപ്പൊ ആദ്യം തന്നെ സമുദായം എന്താണെന്ന് നിർവചിച്ച് നമുക്ക് കിട്ടണം. ഈ സമുദായത്തെ നിർവചിക്കുകയാണെങ്കിൽ ഏതൊരു മതത്തിനും ഏതൊരു ജനവിഭാഗങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും ഒരു സാംസ്കാരികമായ രൂപം ഉണ്ടാവും. ഈ സാംസ്കാരിക രൂപമില്ലാതെ ഒരു മതവും നിലനിൽക്കില്ല. ഈ സാംസ്കാരിക രൂപത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? നമുക്ക് പലരുടെയും ധാരണ കൊട്ട്, ചെണ്ട, കവിത, കഥകളി, സിനിമ, അതൊക്കെയാണ് സാംസ്കാരിക പ്രവൃത്തി എന്നാണ്. സാംസ്കാരിക പ്രവൃത്തിയുടെ ഏറ്റവും അടിയിൽ നിൽക്കുന്നത് ചില മൂല്യബോധങ്ങളാണ്. ആരാണ് ദൈവം, എന്താണ് ആരാധന. യഥാർത്ഥത്തിലെ വിശുദ്ധ അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത് കൾട്ടിൽ നിന്നാണ്. കൾട്ട്, ദൈവാരാധനയാണ് കൾട്ട്. ഒക്കൾട്ട് എന്ന് വെച്ചാൽ ചെകുത്താൻ ആരാധന. അപ്പൊ ഈ കൾട്ടിൽ നിന്നാണ് കൾച്ചർ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മൂല്യബോധമാണ് അതിൻ്റെ സെൻട്രലിൽ എടുക്കുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യനിർമ്മിതിയാണെന്നാണ്. ആ മൂല്യബോധം, അതിനൊരു ആരാധനാക്രമം ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ആചാരങ്ങളുണ്ടാവും, അനുഷ്ഠാനങ്ങളുണ്ടാകും. ഇപ്പോൾ പള്ളിപ്പെരുന്നാൾ അതൊരു ആചാരം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വേറെ ചില ഓശാനത്തിരുന്നാൾ അനുഷ്ഠാനമാണ്. പൂരം ഒരാചാരമാണ്, ഒരു അനുഷ്ഠാനമാണ്. അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്നു, അതൊരു അനുഷ്ഠാനമാണ്, അതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഒരു ദൈവത്തിലുള്ള വിശ്വാസം ചിലർക്ക് അതുണ്ടാവില്ല, വേണം നിർബന്ധമില്ല. അപ്പൊ ഈ ഒരു പോയിന്റിൽ പ്രസക്തമായ കാര്യം, കൾച്ചർ എന്ന് പറയുന്ന ഒരു ദൈവിക മൂല്യങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള രീതിയാണ് എന്നാണ് നിർവചിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഭരണക്രമമുണ്ട്, സമൂഹത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. അത് ഇതിന്റെ അകത്ത് ഉള്ളിലേക്ക് എടുപ്പുണ്ട്. അപ്പോ ക്രിസ്തു മതമായാലും ഈ ക്രിസ്തു മതത്തിന് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു മതത്തിന് സ്വന്തമായിട്ട് ഒരു സംസ്കാരമില്ല.
ക്രിസ്തു മതത്തിൽ ഒരു യൂണിവേഴ്സൽ കൾച്ചർ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം. അത് യൂണിവേഴ്സൽ വാല്യൂസ് ആണ്. അതായത് അടിസ്ഥാനപരമായി ക്രിസ്തു എന്ന മനുഷ്യൻ, ആ മനുഷ്യനിൽ ഉള്ള സാർവത്രികമായ മൂല്യങ്ങൾ, ആ സാർവത്രികമായ മൂല്യങ്ങള് പശ്ചിമേഷ്യയില് അവിടുത്തെ സംസ്കാരത്തെ സ്വീകരിച്ചു, ഗ്രീസിൽ ചെന്നപ്പോ അവിടുത്തെ സംസ്കാരത്തെ സ്വീകരിച്ചു, റോമില് ചെന്നപ്പോ റോമിലെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർ ഇന്ത്യയിൽ വന്നപ്പോഴോ, ക്രിസ്തു മതം ഇന്ത്യയിൽ വന്നപ്പോ, ഞാൻ പണ്ഡിതനായ ഒരു വൈദികന്റെ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുള്ള വാചകം ഇതാണ്: സീറോ മലബാർ ക്രൈസ്തവർ സംസ്കാരം കൊണ്ട് ഹിന്ദുക്കളും, ആരാധനാക്രമം കൊണ്ട് പൗരസ്ത്യരും, വിശ്വാസം കൊണ്ട് കത്തോലിക്കരുമാണ്. വലിയൊരു ആശയം. എനിക്ക് കൃത്യമല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത് ചങ്ങനാശ്ശേരിയിൽ വെച്ച് പോകത്തിൽ പിതാവിന്റെ നാവിൽ നിന്നാണ് ഇങ്ങനെ ഇത് കേട്ടിട്ടുള്ളത്. കാരണം ഇത് ഒരു വലിയൊരു ആശയമാണ്. കാരണം പലപ്പോഴും ആളുകള് ക്രിസ്തീയ സഭയ്ക്ക് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ഇതാണ് അതിന്റെ പിന്നിലുള്ളത്. അതായത് ക്രിസ്തു മതം എവിടെ ചെല്ലുന്നുവോ അവിടുത്തെ സംസ്കാരമാണ് സ്വീകരിക്കേണ്ടത്. പക്ഷെ ഇടക്കാലത്ത് വെച്ച് പലപ്പോഴും ഇപ്പോ റോമിന്ന് കുറച്ച് പേര് ഇവിടെ വരുമ്പോ അവരുടെ സംസ്കാരം ഇവിടെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ചൈനയിൽ ചെല്ലുമ്പോൾ റോമിലെ സംസ്കാരം ചൈനയിൽ നടത്താൻ നോക്കും. അതുകൊണ്ടാണ് 1915 ബെനഡിക്ട് 15 മാർപ്പാപ്പ മാക്സിമം ഇല്യൂഡ് എന്ന് പറയുന്ന ഒരു ലേഖനത്തിലൂടെ പറഞ്ഞു, മിഷണറിമാര് പോകുന്നവരെ ആരും തന്നെ സ്വന്തം സംസ്കാരം നാട്ടുകാരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കാരണം ക്രിസ്തു മതത്തിലെ സംസ്കാരത്തിലെ മൂല്യത്തെ മൂല്യവത്താക്കുക എന്നതാണ് ധർമ്മം. അല്ലാതെ അവിടുത്തെ സംസ്കാരത്തെ ഇല്ലാതാക്കല് നമ്മുടെ ധർമ്മമല്ല. അപ്പൊ സംസ്കാരത്തിന്റെ കേന്ദ്രം മൂല്യവ്യവസ്ഥയാണ്. ആ മൂല്യവ്യവസ്ഥയെ സാമൂഹിക രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അപ്പൊ ഓരോ പ്രദേശത്തെ കൾച്ചറും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗുണമുള്ളത് തോന്നുന്നു, മൂല്യബോധമുള്ളത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാന്ന് ഈ മൂല്യം അവിടുത്തെ സംസ്കാരത്തിൽ വയ്ക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സംസ്കാരത്തിന് തന്നെ സമ്പന്നമാകും. അപ്പൊ നമ്മൾ ശരിക്ക് ഹിന്ദു കൾച്ചറില് ജോയിൻ ചെയ്തിട്ട് ഹിന്ദു കൾച്ചറില് ക്രിസ്ത്യൻ മൂല്യബോധം രൂപാന്തരപ്പെടുത്തി എടുത്ത ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് നമ്മുടെ സീറോ മലബാർ ക്രൈസ്തവർക്കുള്ളത് എന്നാണ് സഭ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സംസ്കാരത്തിന് ഞാൻ പറഞ്ഞു, ആരാധന, മൂല്യബോധം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, രാഷ്ട്രീയ ചിന്തകൾ. അപ്പൊ സമുദായം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സീറോ മലബാർ സഭയുടെ സാമൂഹിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും മാനങ്ങളും പഠിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത് ആരാണോ ആ സമൂഹത്തെയാണ് എന്തെന്ന് പറയണേ, ആ ഭാഗത്തെയാണ് എന്തെന്ന് പറയണേ സമുദായം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു വലിയൊരു മാനം ഇതിന്റെ പിന്നിലുണ്ട്. കത്തോലിക്ക സഭയുടെ ഒരു മൂല്യബോധം ഒരു രാഷ്ട്രീയ മാനത്തിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് സാമൂഹിക ഇതിലും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ചർച്ച വരും. അതായത് സഭയിലെ തന്നെ ഒരു ഭാഗമാണ് സമുദായം എന്ന് കണ്ടു. അപ്പൊ സമുദായത്തെ നയിക്കേണ്ടത് ആരാണ്? അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. ഞാൻ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ സഭയുടെ ഡിഫറെന്റ് ഡയമെൻഷനാണ് സമുദായം, ആരാധനാ രീതി. കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ? കത്തോലിക്ക കോൺഗ്രസ് വരുന്നത് നമുക്ക് ഈ നിർവചനത്തിന് ശേഷം അതിലേക്ക് പോവാം. അപ്പൊ ഇതില് വലിയ തർക്കം ഉള്ളത്, ആംബിവലൻസ് ഉള്ളത് എവിടെയാണെന്ന് വെച്ചാല് ഈ സമുദായത്തെ നയിക്കേണ്ടത് ആരാണ്? വൈദികരാണോ അൽമായരാണോ? ഒരു ചോദ്യമാണ്. അതിന് സഭ കൃത്യമായിട്ടുള്ള നിർവചനങ്ങൾ കൊടുക്കുകയാണ്. സഭക്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. അത് സഭയുടെ പഠനങ്ങളിലുണ്ട്. ഇപ്പൊ സബ്ജക്റ്റ് ആണ് ഇത്. അതിന് സഭ കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്. അത് കൃത്യമായിട്ട് പറയുന്നത് അൽമായ വിശ്വാസികൾ എന്ന ഒരു ഒരു അപ്പസ്തോലിക ലേഖനമുണ്ട്. സിനഡാനന്തര ലേഖനാണത്. അൽമായ വിശ്വാസികൾ കൃത്യം നിർവചിക്കുന്നത് ബെനഡിക്ട് 16 മാർപ്പാപ്പ ദൈവസ്നേഹമാകുന്നു എന്ന ലേഖനത്തിന്റെ ചാക്രിക ലേഖനാണ്. അതിന്റെ 2ാം ഭാഗത്തിലെ 29ാം ഖണ്ഡികയില് കൃത്യമായിട്ട് പറയാണ്, ആരാധനാപരമായ കാര്യങ്ങളില് വൈദികര് നേതൃത്വം കൊടുക്കുമ്പോൾ അൽമായര് അതിനനുസരിക്കും.
സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളിൽ നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം അൽമായർക്കാണ്. അപ്പൊ എന്ന് വെച്ചാൽ അവരാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാല് അധികാരം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഞാൻ ഡയസിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്നോട് ചോദിക്കണം അതിന് അധികാരം ഉണ്ടോ. അധികാരവും ഉത്തരവാദിത്വം ഒരുമിച്ച് പോകാൻ കണക്റ്റഡ് ആണ്. അപ്പൊ ആരാധനാ വിഷയങ്ങളില് അച്ഛന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അച്ഛന് അധികാരമുണ്ട് എന്ന് വെച്ചാൽ സഭ ഹൈറാർക്കി, അതിന് നമ്മൾ പിന്നിൽ നിൽക്കും. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്ന് വെച്ചാൽ അൽമായന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് അധികാരമുണ്ട്. അവൻ മുമ്പിൽ നിൽക്കും, സഭ പിന്നിൽ നിൽക്കും. ഹൈറാർക്കി. അപ്പൊ എന്തിനാണ് ഹൈറാർക്കി ഇതിന്റെ പിറകിൽ നിൽക്കണതെന്ന് വേറൊരു ചോദ്യം വരും. തീർച്ചയായിട്ടും ഈ അച്ഛന്മാര് എന്തിനാ ഈ കാര്യത്തില് ഇടപെടണത്? കാരണം അവർക്ക് റോളുണ്ട്, അവർക്ക് ആരാധന മാത്രം നോക്കിയാൽ മതിയില്ലേ, റോളുണ്ട്. എന്താണ് അവർക്ക് കൂടെ ആ റോളും ഈ ചാക്രിക ലേഖനത്തിൽ തന്നെ കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്. ഈ 27, 28, 29 നിർവചിക്കുന്നുണ്ട്. ആ റോൾ എന്താണെന്ന് വെച്ചാല് വിശുദ്ധ അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റ് ആണ്. അത് മതപരമായ ടെക്സ്റ്റ് ആയിട്ടല്ല ലോകം കാണുന്നത്, അതിനെ ഒരു സെക്യുലർ ടെക്സ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് എല്ലാ ഫിലോസഫി ഹിസ്റ്ററിക്കാരും സെന്റ് അഗസ്റ്റിനെ ഈ സിറ്റി ഓഫ് ഗോഡിനെ എഴുതും, ഈ റെഫർ ചെയ്യും. കാരണം അതിനെ മതപരമായിട്ടുള്ള ബുക്കായിട്ടല്ല കാണുന്നത്, സാംസ്കാരിക ബുക്കായിട്ടാണ്. ഈ സിറ്റി ഓഫ് ഗോഡില് അദ്ദേഹം ഉന്നയിക്കുന്ന നിർണായക കാര്യം എന്ന് വെച്ചാല് മൂല്യങ്ങളില്ലാത്ത രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രം എന്ത് ചെയ്യും? സ്കൗണ്ടറൽസിന്റെ ആയിട്ട് മാറിപ്പോകുന്നത്. അതായത് അപ്പൊ ഈ മൂല്യങ്ങൾ, അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു മതം എന്ന് പറഞ്ഞ അതിന്റെ ഒരു മൂല്യമുണ്ട്. ആ മൂല്യങ്ങളായിരിക്കണം രാഷ്ട്രത്തെ എന്ത് ചെയ്യേണ്ടത്? നയിക്കേണ്ടത്. ആ മൂല്യങ്ങൾ സംഭാവന ചെയ്യാനുള്ള കടമയാണ് വൈദികർക്കുള്ളത്. ഇന്ന് ഇന്ത്യയുടെ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും അവർക്കൊക്കെ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാല് അതിന് രാഷ്ട്രീയ രൂപമുണ്ട്, അതിന് മൂല്യബോധമില്ല. അപ്പോ അതാത് നേതാക്കന്മാര് പറയുന്നത് അവരെ സ്വീകരിക്കുന്നു. BJPക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാല് RSS പറയുന്നത് ഈ മൂല്യബോധം സപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പൊ RSSന്റെ ചില കാര്യങ്ങളില് എന്തുണ്ട്? മൂല്യബോധമുണ്ട്. കൃത്യമായ വിയോജിപ്പുകളുള്ള നമുക്ക് ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിലും അവർ പറയുന്ന സംവിധാനം ശരിയാണ്, മൂല്യബോധം ഇല്ലാതെ രാഷ്ട്രം നിലനിൽക്കില്ല എന്ന്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പൊ മതത്തിന്റെ റോൾ എന്ന് പറഞ്ഞാല് ഈ നേതാക്കളുടെ റോൾ എന്ന് വെച്ചാൽ മൂല്യബോധം സപ്ലൈ ചെയ്യലാണ്. കിട്ടിയില്ല. അൽമായരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുന്നിൽ നിന്ന് ഈ മൂല്യബോധത്തെ രാഷ്ട്രീയപരമായി ഭരണഘടനയിലേക്ക് എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ചിന്തിക്കലാണ്. കിട്ടിയില്ല. അപ്പൊ ഇതാണ് സമുദായം. ഇതാണ് സമുദായത്തില് വൈദികരുടെ റോള്, അൽമായരുടെ റോള് കൃത്യമായിട്ട് നിർവചിച്ച് സഭ വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം അൽമായർക്ക് അൽമായരുടേതായ റോളുണ്ട്, വൈദികർക്ക് വൈദികരുടെ റോളുണ്ട്. ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലായാലാണ് അതൊരു കണക്ട് ചെയ്തിട്ട് പോകുള്ളൂ. അത് മാത്രമല്ല തർക്കം വരുമ്പോഴാണ് കൺഫ്യൂസ്ഡ് ആവുന്നത്. ഇവിടെ അൽമായനും വൈദികരും എന്നൊക്കെ ഒരുമിച്ച് നിന്നിട്ടുണ്ടോ? അന്നൊക്കെ സഭയ്ക്ക് ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് അകന്നു കഴിഞ്ഞാൽ സഭയ്ക്ക് ഈ സമൂഹത്തിന് ഒരു സംഭാവനയും ചെയ്യാൻ പറ്റാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരു നാർസിസ്റ്റിക് സമൂഹം ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കും. അത് നമ്മുടെ തലമുറയ്ക്ക് മാത്രമല്ല, രാഷ്ട്രത്തില് ലോകത്തിന് പറ്റും. കാരണം നാർസിസം എന്ന് വെച്ചാൽ ഒരു തരം മനോരോഗമാണ്. അവനവനിലേക്ക് ചുരുങ്ങിയിരിക്കുക, സെൽഫിഷ് ആയിട്ടുള്ള. ഇന്നത്തെ കാലത്ത് എപ്പോഴും പറയുന്നത് പുതിയ ജനങ്ങളിൽ, പഴയ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: മൂല്യബോധമില്ലാത്ത ഒരു ജനത അല്ലെങ്കിൽ വ്യക്തികൾ എന്നൊക്കെ പറയുമ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് ഒരുപാട് അവര് അതിന് വില കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോ ഞാൻ അടുത്ത് ഒരു രേഖയിൽ വായിച്ചതാണ്, വോക്കിസം ഇന്ത്യക്ക് അപകടകരമാണ്. വോക്കിസം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എനിക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് എക്സ്ട്രീം ലിബറലിസം ആണ്. എന്തിനാണ് വിവാഹം? എനിക്കിപ്പോ കല്യാണം കഴിച്ചിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ പോയി എന്താ കുഴപ്പം?
ഞാൻ ഇന്ന് ഒരു ദിനം കിട്ടും, നാളെ വേറെ ഒരു ദിനം കിട്ടും, താരാരോട് ചോദിക്കുക. അത് അത്തരം സംവിധാനങ്ങള് സമൂഹത്തിന്റെ ഘടനയെ തന്നെ തകർത്ത് കളയും. തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എപ്രകാരം സമൂഹത്തെ ബാധിക്കും, രാഷ്ട്രത്തെ ബാധിക്കും എന്നതും കൂടി ചിന്തിക്കണം. കറക്റ്റ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ ഈ ഫാമിലി, ഈ കുടുംബ വ്യവസ്ഥിതി പല രാജ്യങ്ങളും വളരെ അട്രാക്റ്റീവ് ആയിട്ട് പറയാറുണ്ടല്ലോ. അത് പറയുന്ന പോലെ തന്നെ ഒരു മൂല്യച്യുതി സംഭവിക്കാതെ നിർത്തണം എന്നുണ്ടെങ്കിൽ ശരിക്കും പിന്നിലെ വൈദികർ അല്ലെങ്കിൽ അവരുണ്ടാവണം, മൂല്യബോധമുള്ളവരുണ്ടാവണം. അപ്പൊ ആ സമുദായത്തിന്റെ ഇപ്പൊ ക്രിസ്ത്യനിൽ നിന്ന് നമ്മൾ സമുദായത്തിലേക്ക് വന്നു. സമുദായത്തിന്റെ ആ ഒരു മൂല്യം നമ്മള് രാഷ്ട്രത്തിലേക്കും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് വന്നതെന്ന് അതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ചുകൂടി വഴി പോകണം. അത് ശരിയാണ്. അതായത് അതിനു മുൻപ് നമ്മൾ അറിയേണ്ട കാര്യം, ഈ സമുദായം എന്ന് പറയുന്ന അൽമായ നേതൃത്വം ഉണ്ട്. ഈ അൽമായ നേതൃത്വം ഈ സഭയെ എങ്ങനെ ബിൽഡപ്പ് ചെയ്തിരിക്കും? അത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സമുദായവും അല്ലെങ്കിൽ അൽമായരും വൈദികരും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നോ എന്നുള്ളൊരു ആശയം കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. അപ്പൊ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഈ അകൽച്ച വരാനുള്ള കാരണം. തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അത്യാവശ്യമായിട്ട് സമുദായം എങ്ങനെയാണ് സീറോ മലബാർ സഭയെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അൽമായ നേതൃത്വം. അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമ്മുടെ സഭാ സമൂഹത്തിന് ഇല്ലാതെ പോയി. അത് പറയുമ്പോഴാണ് ഈ സമുദായം എങ്ങനെ സഭയെ വികസിപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ടത് സമുദായം എങ്ങനെ രാഷ്ട്രത്തിന് സംഭാവന ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് സമുദായം സഭയെ എങ്ങനെ വളർത്തി എന്നാണ്. ഈ മറ്റു രാജ്യങ്ങളിലുള്ള വെസ്റ്റേൺ സഭയും ഈസ്റ്റേൺ സഭകളും തമ്മിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സഭകളും തമ്മിൽ വളരെ പ്രകടമായ ഭരണപരമായ മാറ്റമുണ്ട്. ആ ഭരണപരമായ മാറ്റം എന്ന് പറയുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് അധികാരം കിട്ടിയപ്പോൾ ക്രിസ്തു മതം ഗ്രീക്കോ റോമൻ സംസ്കാരത്തെ സ്വീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ ബേസിൽ അവരെന്ത് ചെയ്തു? രാജാക്കന്മാരാണ് പൊതുഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് പള്ളി പണിയുന്നത്. അവരാണ് പള്ളീനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ബിഷപ്പാണ് പള്ളി പണിയുക, അവിടെയുള്ള ജനങ്ങളെ അതിലേക്ക് ചേർക്കുക. എന്നാൽ നേരെ തിരിച്ച് കേരളത്തിലെ സ്ഥിതി നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ബിഷപ്പിന്റെയാണ് ഇടവക. ഇടവക എന്ന് പറഞ്ഞാൽ ഇടയന്റെ വക എന്നാണ് റോമൻ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ നിർവചിക്കുന്നത്. എന്നാൽ സീറോ മലബാർ സഭ അല്ലെങ്കിൽ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ നിങ്ങൾ ഓർത്തഡോക്സുകാരുടെ അല്ലെങ്കിൽ യാക്കോബായക്കാരുടെ അല്ലെങ്കിൽ കാൽഡിയൻകാരുടെ ഒക്കെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഒറിജിനലി നമ്മുടെ തനത് പൈതൃകം എന്താണെന്ന് മനസ്സിലാവും. അതിൽ പറയുന്നത് ഇടക്കാരുടെ വകയാണ് ഇടവക എന്നാണ്. ഇടക്കാരുടെ വക. അപ്പൊ അത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂര് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓരോ പ്രദേശത്തിന്റെ ഒരു ചിത്രം തരാം. അരണാട്ടുകര അങ്ങാടി, അങ്ങാടിയാണ് അരണാട്ടുകര. അത് എൻ്റെ കൂട്ടുകാരൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോയപ്പോൾ തൃശ്ശൂരിന്റെ 150 കൊല്ലം മുൻപുള്ള ഒരു മാപ്പുണ്ട്. ആ മാപ്പ് അവിടെയുള്ളത് കേട്ടോ, ഇവിടെ ഇല്ല. അത് സെന്റ് തോമസ് കോളേജിന്റെ 90ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള സോവനീറിന്റെ ബാക്കിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലം അരണാട്ടുകരയാണ്. എന്ന് 150 കൊല്ലം മുൻപ് ബ്രിട്ടീഷുകാര് തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്ന സ്ഥലം അരണാട്ടുകരയാണ്. ഈ അരണാട്ടുകര അങ്ങാടി കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയ കോട്ടപ്പടിയിൽ ചെല്ല്, അവിടെ ഈ അഗ്രഹാരങ്ങൾ പോലെ ഇടുങ്ങിയ റോഡ്, അതൊരു അങ്ങാടിയാണ്. ഗുരുവായൂരിനടുത്ത്. ഇനി ചിറ്റാട്ടുകര ചെല്ല്, അവിടെ ഇടുങ്ങിയ റോഡിന്റെ ഉള്ളില് ഒരു അങ്ങാടിയാണ്. പാവർട്ടിയിൽ ചെന്നാലും ഈ അങ്ങാടി കാണാം. ഇനി ശക്തൻ തമ്പുരാൻ വന്നപ്പോ ഈ പുത്തമ്പള്ളിയുടെ മുമ്പില് ഇടുങ്ങിയ റോഡുണ്ട്, അവിടെ രണ്ട് സൈഡിലും വീടുകളായിരുന്നു. അതൊരു അങ്ങാടിയാണ്. അപ്പൊ പഴയ കാലത്തെ ക്രിസ്ത്യാനികളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാല് ഒരു അങ്ങാടി വെക്കും, എന്ന് വെച്ചാൽ കച്ചവട സ്ഥാപനങ്ങൾ. അതിൻ്റെ ഉള്ളില് ഈ അങ്ങാടിയിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു പള്ളി പണിയും.
ആ പള്ളി പണിതിട്ട് ഇവർക്ക് വിശ്വാസമുള്ള ഒരാളെ അവിടെയുള്ള ഒരു മൽപ്പാന്റെ അടുത്തേക്ക് പഠിപ്പിക്കാൻ വിടും. അതിനുള്ള കാശൊക്കെ ഈ അങ്ങാടിക്കാരാണ് കൊടുക്കുക. എന്നിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ദേശത്തു പട്ടക്കാരൻ. അങ്ങനെയാണ് ഇടവക വൈദികർ എന്ന ഒരു കാറ്റഗറി തന്നെ ഇവിടെ വരുന്നത്. നാട്ടുപട്ടക്കാർ എന്നാണ് അവരെ വിളിക്കുക, നാട്ടുപട്ടക്കാർ. അപ്പോൾ നാട്ടുപട്ടക്കാര് ഇടവകയുടേതാണ്. ഇത് കേരളം എമ്പാടുമുള്ള ഈ ക്രൈസ്തവരുടെ സ്വഭാവത്തിന്റെ സവിശേഷതയാണിത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ പള്ളികൾ പണിയുന്നത് ആരാണ്? അങ്ങാടി വെച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, സീറോ മലബാർ സഭയ്ക്ക് ഗൾഫില് ഒരു ദേവാലയം ഉണ്ടായി. എനിക്ക് ഖത്തറിലെ ദേവാലയം പണിയാനായിട്ട് അതിന് നേതൃത്വം കൊടുത്ത ഡേവിസ് എടക്കുളത്തൂരിനെയും ഡോക്ടർ മോഹൻ തോമസിനെയും ജോയ് എലുവത്തിങ്കലിനെയും ഒക്കെ നേരിട്ട് പരിചയമുണ്ട്. അവരിതുപോലെ അവിടെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടി ഒരു പള്ളി പണിത് അവര് കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്. എന്തിന്? മാർപ്പാപ്പനെ പോയി കാണാൻ. എന്തിനാ മാർപ്പാപ്പനെ പോയി കാണുന്നത്? ഞങ്ങൾക്ക് ഒരു പട്ടക്കാരനെ വേണം, ഞങ്ങൾക്ക് ഒരു ബിഷപ്പിനെ വേണം പറയുന്നത്. അപ്പൊ സീറോ മലബാർ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്കാരം ഇതാണ്. വേണം, അവർക്ക് പള്ളി പട്ടക്കാരൻ വേണം, അവർക്ക് ബിഷപ്പ് വേണം. ഇതൊന്നും ഇവിടുന്ന് ബിഷപ്പുമാരെ ആരും പോയിട്ട് അവിടെ പണിയുന്നതല്ല. അവിടുത്തെ അൽമായര് സംഘടിച്ച് പൈസ ഉണ്ടാക്കി ഉപയോഗിച്ച് അവരെല്ലാം ചെയ്തു. അല്ല, ഈ മിലിറ്റൻസി കേരളത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവികരുടെ മിലിറ്റൻസി ആണ്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയാലും ബ്രിട്ടനിൽ പോയാലും അമേരിക്കയിൽ പോയാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല, അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ പള്ളിയുടെ ഘടന തന്നെ അങ്ങനെയാണ്, വ്യത്യസ്തമാണ്. ഇനി ഇവിടുത്തെ പള്ളി യോഗങ്ങളാണ് ശരിക്കും ഇടവകയെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരുടെ വിചാരം പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല, വികാരിയച്ഛനാണെന്നാണ്. അത് നുണയാണ്. അതായത് ഓറിയന്റൽ കാനണിലും സീറോ മലബാർ സഭയുടെ നിയമം അനുസരിച്ചിട്ട് ഒരു പള്ളിയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? പ്രതിനിധി യോഗമാണ്, ട്രസ്റ്റിമാരാണ്. പക്ഷെ പഴയ രീതിയിൽ നിന്ന് ഒരു ചെറിയ മാറ്റമുണ്ട്. ട്രസ്റ്റിമാര് ചില പള്ളികളിൽ പണ്ട് കാലത്ത് എന്ത് ചെയ്യും, ഇത് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ചിലര് ധനവാന്മാരെ അതിനെ മാറ്റിയിടും. അതില്ലാതിരിക്കാൻ ബിഷപ്പിന് ഒരു വീറ്റോ പവർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ബിഷപ്പ് തെറ്റ് ചെയ്താൽ പള്ളിയോഗം വേണ്ടാന്ന് പറഞ്ഞാൽ ഇത് ആക്ഷൻ നടക്കില്ല. പള്ളിയോഗം തെറ്റ് ചെയ്താൽ ബിഷപ്പ് വേണ്ടാന്ന് പറഞ്ഞാൽ ഇത് ആക്ഷൻ നടക്കില്ല. അപ്പൊ സീറോ മലബാർ സഭയുടെ ആധുനിക ഘടനയെ കുറിച്ച് രണ്ടും ഇങ്ങനെ ഒരു ബാലൻസിങ് ഓഫ് പവറിലാണ് നിലനിൽക്കുന്നത്. ഇത്ര മനോഹരമായ സിസ്റ്റമാണ് നമുക്കുള്ളതെന്ന് നമ്മുടെ വിശ്വാസികൾക്ക് തന്നെ അറിയില്ല. തീർച്ചയായിട്ടും കിട്ടിയില്ലേ? ചില കുറവുകളൊക്കെ ഉണ്ടാകാം, മനുഷ്യ നിർമ്മിതിയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ സമുദായമാണ് ഈ സഭയെ മേക്കപ്പ് ചെയ്തത്. ഇപ്പൊ കുടിയേറ്റം, മലബാർ കുടിയേറ്റം, അത് ചില ആത്മായ ലീഡേഴ്സ് തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. പക്ഷെ അതിന്റെ പിന്നിൽ ഇപ്പൊ വള്ളപ്പള്ളി പിതാവിനെ കുറിച്ച് പറയണത് ആ മലബാർ കുടിയേറ്റത്തിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്, വ്യക്തിയുണ്ട്. ഇവര് അവിടെ മലബാറിൽ കുടിയേറി ഒരു പള്ളി പണിയും, അവിടേക്ക് അച്ഛനെ വേണമെന്ന് പറയും, എല്ലാ ചെലവും വഹിക്കും. അപ്പൊ വിശുദ്ധ കുർബാന വേണം എന്നുള്ളത് അച്ഛന്റെ ആവശ്യമില്ലാന്ന്, ഇവിടുത്തെ അൽമായരുടെ ആവശ്യമാണ്. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. തീർച്ചയായും സാർ പറഞ്ഞത് കറക്റ്റ്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ അറിയാം ചിലപ്പോൾ 100-150 ഇടവക്കാരുണ്ടാവുള്ളൂ. ആ ഇടവക്കാരെ കൂട്ടി യോജിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പള്ളിപ്പണിയിൽ അച്ഛന്മാര് ശരിക്കും ഒരു പവർ ആയിട്ട് ഒരാൾ ബാക്കിലുണ്ടെങ്കിൽ ബാക്കി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ സുഖമായിട്ട്. ഇതാണ് ഇതിന്റെ രീതി. ഇനി വേറൊരു ചോദ്യം കൂടി ഉണ്ട്. സീറോ മലബാർ സഭേനെ പരിശുദ്ധ കത്തോലിക്ക സഭ ഒരു സൂയി ജൂറിസ് ചർച്ചയാക്കിയിട്ട് മാറ്റി. ആ മാറ്റിയതിലും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളത് അൽമായരാണ്. കാരണം ഇവിടെ നിന്ന് കരിയാറ്റി മൽപ്പാനും പാറയമക്കൽ ഗവർണറും ഇവര് ഇവിടേക്ക് പോവാണ് പോർച്ചുഗൽ രാജാവിനെ കാണാനും അതുപോലെ തന്നെ റോമിലെ കാണാൻ. എന്തിന്?
ഞങ്ങൾക്ക് തദ്ദേശീയരായ മെത്രാന്മാരെ വേണമെന്ന് പറഞ്ഞ് ആണ് കരിയാറ്റി മെത്രാൻ പോയി എന്നൊക്കെ പറയുന്നത്. ആ യാത്രയെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ് വർത്തമാന പുസ്തകം. മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യം രചിക്കപ്പെട്ട യാത്രാ വിവരണമാണ് ഈ വർത്തമാന പുസ്തകം മലയാള സാഹിത്യത്തിൽ. ഈ ഗ്രന്ഥത്തില് ഈ യാത്രയ്ക്ക് സ്പോൺസർ ചെയ്യുന്നത് മുഴുവൻ അൽമായരാണ്. തച്ചിൽ മാത്തു തരകൻ അദ്ദേഹം അന്നത്തെ പ്രമാണിയാണ്, അദ്ദേഹം ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്. മാത്രല്ല അങ്കമാലി പടിയോല എന്ന് പറഞ്ഞാൽ അങ്കമാലി പള്ളിയിലെ നസ്രാണികൾ ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാക്രമവും ഭരണക്രമവും പൈതൃകവും നിലനിർത്താനുള്ള അവകാശം തരണമെന്ന് മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന ഈ അങ്കമാലി പടിയോലയില് ഓരിടവകയിൽ നിന്നും അൽമായിരധികവും 5 അൽമായിരുണ്ടെങ്കിൽ ഒരു അച്ഛനുള്ളൂ. അപ്പൊ കിട്ടിയില്ല. അപ്പൊ സീറോ മലബാർ സഭയിൽ യാത്ര അയക്കുന്നതും അതിനുവേണ്ടി പണിയെടുക്കുന്നതും ഫണ്ടിങ് ഇവിടുത്തെ ആളുകളാണ്, അല്ലാതെ സർക്കാർ ഫണ്ടിങ് അല്ലാന്ന്. പലരുടെയും ധാരണ ഈ പള്ളികളൊക്കെ പണിതിട്ടുള്ളത് ബ്രിട്ടീഷുകാർ തന്നതാണ്, അവര് തന്നതാണ്, ഇവര് തന്നതാണ്. പച്ചക്കള്ളാണ്. ഇതിന്റെ ചില കരമൊഴിവായിട്ടുള്ള സഹായങ്ങൾ വല്ലതും അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നത്, ആദ്യത്തെ ചോദ്യം എന്താണ് കത്തോലിക്ക കോൺഗ്രസ്, രണ്ടാമത്തെ ചോദ്യം സമുദായം എന്നാൽ എന്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു സമുദായത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന അൽമായരാണ്. ഈ അൽമായ നേതൃത്വം എങ്ങനെയാണ് സഭയെ നിർമ്മിക്കാൻ സഹായിക്കുന്നത്, ഇത്രയാണ് നമ്മള് പറഞ്ഞു നിർത്തിയത്. ഓക്കെ സാർ, ഇപ്പൊ ഒരു വലിയൊരു ബോധ്യമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുള്ളത്. സമുദായം എന്താണ്, അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ അൽമായുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അൽമായരും വൈദികരും തമ്മിലുള്ള ആ ഒരു റിലേഷൻസ്, കോ റിലേഷൻസ് എന്താണ്, എങ്ങനെയാണ് അത് കൂട്ടിച്ചേർന്ന് പോകുന്നത്, നമുക്ക് വളരെ കാര്യം മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് രാഷ്ട്രത്തിന് ഈ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ ഒരു മൂല്യബോധമുള്ള ഒരു ജനതയുടെ ഈ സമുദായത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ് നമുക്ക് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രത്തിനൊക്കെ ഗുണകരമായിട്ട് ഉപയോഗിക്കുന്നത്, എന്താണ് അതിന്റെ പ്രസക്തിയെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് അടുത്തൊരു എപ്പിസോഡിലൂടെ സാറിന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രേക്ഷകർ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.